നമസ്കാരം. പ്രാചീനകാലം മുതൽ മനുഷ്യനെ അമ്പരപ്പിക്കുന്നവയായിരുന്നു വാൽനക്ഷത്രങ്ങൾ. വാൽനക്ഷത്രം എന്ന് വിളിക്കപ്പെടുന്നുണ്ടെങ്കിലും ഇത് ഒരു നക്ഷത്രമൊന്നുമല്ല. സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നതിനിടയിൽ നീണ്ട വാലും അന്തരീക്ഷവും രൂപപ്പെടുന്ന സൗരയൂഥ വസ്തുക്കളാണിവ. സാധാരണ നിലയിൽ തണുത്തുറഞ്ഞ അവസ്ഥയിലായിരിക്കുന്ന ഇവ സൂര്യനോട് അടുക്കുമ്പോൾ ബാഷ്പീകരിക്കപ്പെട്ടാണ് നീണ്ട വാലും അന്തരീക്ഷവും രൂപപ്പെടുന്നത്. സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നത് കൊണ്ടാണ് ഇവ നമുക്ക് ദൃശ്യമാകുന്നത്. ധൂമകേതു എന്ന പേരും ഇതിനുണ്ട്. വളരെ പുരാതന കാലം മുതലേ മനുഷ്യൻ ധൂമകേതുക്കളെ തിരിച്ചറിഞ്ഞിരുന്നു. 16-ാം നൂറ്റാണ്ട് വരെയും ഇവയെ ദുശ്ശകുനങ്ങളായാണ് കണ്ടിരുന്നത്. AD 1066 പ്രത്യക്ഷപ്പെട്ട ഹാലിയുടെ വാൽനക്ഷത്രത്തെ ഹേസ്റ്റിംഗ്സ് യുദ്ധത്തിലെ ഹാരോൾഡ് രാജാവിൻ്റെ മരണത്തിൻ്റെയും നോർമൻ്റെ വിജയത്തിൻ്റെയും സൂചനയായി ചിത്രീകരിച്ചുകൊണ്ട് തുണിയിൽ തീർത്ത ബയോ ടേപ്പിസ്ട്രി എന്ന ചിത്രം ലോകപ്രസിദ്ധമാണ്. ധൂമകേതുക്കളെ പ്രത്യേകതരം ഗ്രഹങ്ങളായി BC 6-ാം നൂറ്റാണ്ടിലെ പൈതഗോറസും മഴവില്ലും മേഘങ്ങളും പോലെയുള്ള ഒരു പ്രതിഭാസമായി BC 4-ാം നൂറ്റാണ്ടിലെ അരിസ്റ്റോട്ടിലും കരുതി. 16-ാം നൂറ്റാണ്ട് വരെ അരിസ്റ്റോട്ടലിൻ്റെ ചിന്തകളാണ് പ്രബലമായി നിലനിന്നത്. 1577 പ്രത്യക്ഷപ്പെട്ട ബൃഹത് ധൂമകേതുവിനെ പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞനായിരുന്ന ടൈക്കോ ബ്രാഹെ ശാസ്ത്രീയമായി നിരീക്ഷിക്കുകയും അത് ഭൂമിയുടെ അന്തരീക്ഷത്തിന് വെളിയിൽ നിന്നുള്ളതാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. 18-ാം നൂറ്റാണ്ടോടെ ഐസക് ന്യൂട്ടൺ, എഡ്മണ്ട് ഹാലി, ഇമ്മാനുവൽ കാന്റ് തുടങ്ങിയവരുടെ പഠനങ്ങളാണ് ധൂമകേതുക്കളെപ്പറ്റി ശാസ്ത്രീയമായ വിശദീകരണങ്ങൾ നൽകിയത്. ഇപ്പോൾ അപൂർവങ്ങളിൽ അപൂർവമെന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ കഴിയുന്ന ഒരു കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് നമ്മുടെ ലോകം. 1,60,000 വർഷത്തിലൊരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു അപൂർവ കാഴ്ച. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ ഏറ്റവും തിളക്കമേറിയ വാൽനക്ഷത്രമായ കോമറ്റ് G3 അറ്റ്ലസ് ജനുവരി 13-ന് ആകാശത്ത് തിളങ്ങാൻ തയ്യാറെടുക്കുകയാണ്. ഭൂമിയിൽ നിന്ന് കാണാനാകുന്ന ഗ്രഹങ്ങളായ വ്യാഴത്തെയും ശുക്രനെയും തിളക്കം കൊണ്ട് കോമറ്റ് G3 അറ്റ്ലസ് പിന്നിലാക്കും. ചിലിയിലെ അറ്റ്ലസ് ദൂരദർശിനിയാണ് കോമറ്റ് G3യെ 2024 ഏപ്രിൽ 5-ന് കണ്ടെത്തിയത്. തിരിച്ചറിയുമ്പോൾ ഭൂമിയിൽ നിന്ന് 655 ദശലക്ഷം കിലോമീറ്റർ അകലെയായിരുന്നു ഇതിൻ്റെ സ്ഥാനം. ഇവ സൂര്യനെ ചുറ്റാൻ ഏകദേശം 1,60,000 വർഷമെടുക്കും. ഇത്രയും ദൈർഘ്യമേറിയ ഭ്രമണപഥത്തിലൂടെയാണ് സഞ്ചാരം എന്നതിനാൽ ഈ ധൂമകേതുവിനെ ഇനി എന്ന് കാണുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. ജനുവരി 13-ന് ദൃശ്യമാകുന്ന കോമറ്റ് G3 അറ്റ്ലസ് വൺസ് ഇൻ എ ലൈഫ് ടൈം അനുഭവമായിരിക്കും ആകാശ നിരീക്ഷകർക്ക് സമ്മാനിക്കുക. കോമറ്റ് G3 അറ്റ്ലസ് സൂര്യോപരിതലത്തിന് 8.7 മില്യൺ മൈൽ അടുത്തെത്തും. സൂര്യന് ഇത്രയും അടുത്ത് സാധാരണയായി വാൽനക്ഷത്രങ്ങൾ എത്താറില്ല. അതിനാൽ സൂര്യനെ അതിജീവിക്കുമോ ഈ വാൽനക്ഷത്രം എന്ന സംശയം സജീവമാണ്. സൂര്യന് വളരെ അടുത്തെത്തും എന്നതുകൊണ്ട് തന്നെ കോമറ്റ് G3ക്ക് തിളക്കവുമേറും. എന്നാൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് കോമറ്റ് G3 അറ്റ്ലസ് ധൂമകേതുവിനെ കാണുക പ്രയാസമായിരിക്കും. ദൂരദർശിനികളുടെ സഹായത്തോടെ ബഹിരാകാശ ശാസ്ത്രജ്ഞർ കോമറ്റ് G3 അറ്റ്ലസിനെ നിരീക്ഷിച്ചു വരികയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.